വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. 2-3 ദിവസത്തിന് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ്, ഒരു ഉച്ച സമയത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയാലോ. കുറച്ച് പുളിമോളം വെക്കാനുള്ള പ്ലാനുണ്ട്. പുളിമോളം എന്നാണോ എല്ലായിടത്തും പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചാളമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെട്ടി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റൈലിൽ ഒരു പാൻ വെച്ചു. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടിയാണ് ഇടേണ്ടത്. ഉലുവ പൊടിച്ചതില്ലാത്തത് കൊണ്ട് ഞാൻ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ഉലുവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചുവന്നുള്ളി 2-3 ചുവന്നുള്ളി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതൊന്ന് ആറട്ടെ. ആ ടൈമിൽ ഞാൻ കുറച്ച് ചീനി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടുന്ന അരപ്പൊക്കെ ഒന്ന് ആക്കിയിട്ട്, ചീനി വെന്തിട്ടുണ്ട്, അപ്പോൾ അരപ്പാക്കി അതിലേക്കിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീനി ഇവിടെ സെറ്റായി. ആ സമയം കൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പൊടി നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. അതൊന്ന് ജാറിലേക്ക് മാറ്റി പുളിയും വെള്ളവും ഒഴിച്ച് അരച്ച് ഇതുപോലെ പേസ്റ്റ് പരുവത്തിന് എടുത്തിട്ട് കച്ചട്ടിയിലേക്ക് മാറ്റി കറിവേപ്പില, തക്കാളി, ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ആ സമയത്തിന് ഞാൻ കുറച്ച് മീൻ വരഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു പൊരിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മീൻ മസാലയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉപ്പ്, പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് അതൊന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെക്കാം. ആ സമയം കൊണ്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനൊക്കെ ഒന്നിട്ട് നല്ലപോലെ ഒരുപാടങ്ങ് ഇളക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് ഇളക്കി വിട്ടിട്ട് വീണ്ടും തിളയ്ക്കാൻ വെക്കാവേ. ആ സമയത്തിന് നമുക്ക് മീൻ പൊരിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ച്, പിന്നെ ഇത് പൊരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുളിമുളക് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് അടുപ്പിൽ നിന്ന്. അപ്പോൾ റെഡിയായി കഴിഞ്ഞു, നമ്മുടെ പുളിമുളക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ചോറെടുത്തു, മീൻ പൊരിച്ചതൊരടുത്ത് വെച്ചു, പുളിമുളക് ഇങ്ങനെ ഒഴിച്ച് നമ്മളുണ്ടാക്കി വെച്ച് ചീനിയും എടുത്ത്, പിന്നെ അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.